പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 6th സെമസ്റ്ററിലെ ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള ബേസിക് എക്കണോമെട്രിക്സ് അതിലെ മൊഡ്യൂൾ 2-ലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 മാർക്സ് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം SRF-ഉം PRF-ഉം. SRF പറഞ്ഞ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ, PRF പറഞ്ഞ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. The population regression function represents the true relation between the dependent variable and independent variable in the entire population. നമ്മൾ entire population നമ്മൾ എടുത്തിട്ട് ഡാറ്റ എടുത്തിട്ട് ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ട്രൂ റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുന്നത്? പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് തിയററ്റിക്കൽ ആൻഡ് അൺനോൺ. ഇത് തിയററ്റിക്കൽ ആണ്, പക്ഷെ അൺനോൺ ആണ്. നമ്മൾ എപ്പോഴും എടുക്കുക സാമ്പിൾ നിന്നാണ് ഡാറ്റ എടുക്കുക. y is equal to alpha plus beta x plus u. നമ്മൾ ഇതൊരു കൺസംഷൻ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ y എന്ന് പറയുന്നത് എന്താണ്? കൺസംഷൻ, ആൽഫ ഇന്റർസെപ്റ്റ് ഓട്ടോണമസ് കൺസംഷൻ, ബീറ്റ ഓക്കെ പാരാമീറ്റർ ആയിട്ടുള്ള MPC മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, എക്സ് ഇൻകം, യു ഇറട്ടം. ഓക്കെ, ആൽഫയും ബീറ്റയാണ് ട്രൂ പാരാമീറ്റേഴ്സ്. ആൽഫ എന്ന് പറയുന്നത് ഇൻകം 0 ആകുമ്പോഴും ഒരാൾ കൺസ്യൂം ചെയ്യുന്നു. ബീറ്റ എന്ന് പറയുന്നത് MPC മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, ഇൻകത്തിലുള്ള മാറ്റത്തിനനുസരിച്ച് കൺസംഷനിൽ എന്ത് മാറ്റം ഉണ്ടായി. യു എന്ന് പറയുന്നത് ഇറട്ടം. അപ്പൊ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻറ്റയർ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ ഡിപെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ തമ്മിലുള്ള ട്രൂ റിലേഷൻഷിപ്പിനെ എന്ത് പറയാം? പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയാം. ഇനി സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ ഈസ് എസ്റ്റിമേറ്റഡ് വേർഷൻ ഓഫ് ദ PRF. PRFന്റെ എസ്റ്റിമേറ്റഡ് വേർഷൻ ആണ്. നമ്മൾ കാൽക്കുലേറ്റഡ് യൂസിങ് സാമ്പിൾ ഡാറ്റയിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റിഗ്രഷൻ ഫംഗ്ഷൻ ആണ് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. സാമ്പിളിന്റെ അടിസ്ഥാനം സാമ്പിൾ ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് എത്തുക? PRF-ലേക്ക് എത്തുക. പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എസ്റ്റിമേറ്റഡ് വേർഷൻ കാൽക്കുലേറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അപ്രോക്സിമേറ്റ് ദ PRF. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് PRF അപ്രോക്സിമേറ്റ് ആക്കാൻ. ഇറ്റ് റിട്ടേൺ ആസ് y estimated equal to a plus b x. എയും ബിയും എസ്റ്റിമേറ്റ്, ആൽഫയും ബീറ്റന്റെ എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ്. ഓക്കെ, ഈ സാമ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ can using method like ordinary least squares. അടുത്ത മൾട്ടി കോളിനാരിറ്റി എന്ന് പറയുന്നത് ആദ്യം തന്നെ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു തരാം, അത് മനസ്സിലാക്കി വെക്കാം. y is equal to alpha plus beta x plus u. ഇത് ഡിപെൻഡന്റ് വേരിയബിൾ, ആൽഫ ഇന്റർസെപ്റ്റ്, ബീറ്റ പാരാമീറ്റർ, എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, യു റിട്ടേൺ. നമ്മൾ മൾട്ടി കോളിനാരിറ്റി എന്ന് പറയുന്നത് ഇതൊരു റിഗ്രഷന്റെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉള്ളൂ. എന്നാൽ മൾട്ടി കോളിനാരിറ്റി എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാകുന്ന കേസിൽ ഈ 2 or more ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ തമ്മിൽ കോറിലേഷൻ ഉണ്ടെങ്കിൽ അതിനെ മൾട്ടി കോളിനാരിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊന്നും എഴുതില്ല. β1 x പ്ലസ് β2 x2. അപ്പൊ ഇതിൽ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതൊക്കെ? x2 x-ഉം. ഇനി β3 x3 അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ அந்த കേസിൽ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ x-ഉം x2 തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ ഹൈലി കോറിലേറ്റഡ് ആണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി കോളിനാരിറ്റി എന്ന് പറയും. അപ്പൊ അത് മൾട്ടിപ്പിൾ റിഗ്രഷനിലുള്ള കേസാണ്. ദിസ് മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഐസൊലേറ്റ് ദ ഇൻഡിവിജ്വൽ എഫക്ട് ഓഫ് ഈച്ച് വേരിയബിൾ ഓൺ ദ ഡിപെൻഡന്റ് വേരിയബിളിലെ ഓരോ വേരിയബിൾ തമ്മിൽ ഇൻഡിവിജ്വൽ എഫക്ട് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ മൾട്ടി കോളിനാരിറ്റി ഉണ്ടായാൽ. ആസ് എ റിസൾട്ട് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ കോഫിഷ്യന്റ് ബിക്കം ലാർജ്. സ്റ്റാൻഡേർഡ് എറർ കോഫിഷ്യന്റ് ലാർജ് ആയിരിക്കും, ലീഡിങ് അൺറിലയബിൾ ആൻഡ് സ്റ്റേബിൾ എസ്റ്റിമേറ്റ് ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ ഗുഡ്നെസ് ഓഫ് ഇറ്റ് ബട്ട് ഇറ്റ് അഫക്ട് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ കോഫിഷ്യന്റ്. ഇത് ഇന്റർപ്രിട്ടേഷൻ നമുക്ക് ഒരു റിഗ്രഷന്റെ ഇത് ലഭിച്ചിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, സിഗ്നിഫിക്കൻസും കണ്ടെത്താനും ബുദ്ധിമുട്ടായിരിക്കും. ഇനി heteroscedasticity situation where the variance of the error term is not constant across all the level of the individual variable. നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറർ ടേം ഓരോ കേസിലെയും ഇറർ ടേമുകൾ ഉണ്ടാവും. ഇതാണ് ഇറർ ടേം യു. ഇതിന്റെ വേരിയൻസ് ഇറർ ടേം എന്തായിരിക്കും? കോൺസ്റ്റന്റ് അല്ലാത്ത കേസിനെയാണെന്ന് പറയാം heteroscedasticity എന്ന് പറയാം. where the variance of the error term is not constant across all the levels of
ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇറ്റ് വയലേറ്റ് ദ OLS അസംഷൻ. OLSന്റെ അസംഷനിൽ പറയുന്നത് ദർ ഈസ് എ ഹോമോസ്കെഡാസിറ്റി. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത കേസ് ആവുമ്പോൾ ഇത് വയലേറ്റ് OLS അസംഷൻ അഫക്ട് ദ എഫിഷ്യൻസി ഓഫ് ദ എസ്റ്റിമേറ്റ്. ഇത് നോക്കാം, ടേം ഡിഫറെന്റ് ഇതിലാണുള്ളത്. അപ്പൊ അതിന്റെ വേരിയൻസ് എന്താണ്? ഇതിന്റെ വേരിയൻസ് ഈക്വൽ അല്ല. ഹോമോസ്കെഡാസിറ്റി എന്ന് പറഞ്ഞാൽ ടേം ആസ് എ കോൺസ്റ്റന്റ് വേരിയൻസ് അക്രോസ് ആൾ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷനിലും ടേം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആകുന്നതിന് ഹോമോസ്കെഡാസിറ്റി എന്ന് പറയാം. ഇത് OLS എസ്റ്റിമേഷന്റെ മെത്തേഡിലെ കീ അസംഷൻ ആണ്. ഇറ്റ് എൻഷുവേഴ്സ് എഫിഷ്യൻസി ആൻഡ് റിലയബിൾ എസ്റ്റിമേറ്റ്. നോക്കാം, വേരിയൻസ് എല്ലാം എന്താണ്? വേരിയൻസ് ഓഫ് ദ OLS ടേം എന്താണ്? ഈക്വൽ ആണ്. ഇനി ഓട്ടോ കോറിലേഷൻ. ഓട്ടോ കോറിലേഷൻ ആകുമ്പോൾ ഒക്കെ when the error term in regression model are correlated with each other. റിഗ്രഷൻ ഇതിലെ error termകൾ, റിഗ്രഷൻ മോഡലിലെ error termകൾ, റെസിജ്വലുകൾ തമ്മിൽ എന്താണ്? കോറിലേഷൻ ഉള്ളതിനെ ഓട്ടോ കോറിലേഷൻ എന്ന് പറയാം. എസ്പെഷ്യലി ഇൻ ടൈം സീരീസ് ഡാറ്റ. ഇത് ടൈം സീരീസ് ഡാറ്റയിലാണ് ഇത് ഉണ്ടാവാറുള്ളത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷനിലെ അസംഷനെ വയലേറ്റ് ചെയ്യാൻ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിൽ പറയുന്നുണ്ട് there is no auto correlation. There should be auto correlation leads to inefficient OLS estimate. ഇത് auto correlation ഉണ്ടായാൽ OLS estimate inefficient ആയിരിക്കും. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ R സ്ക്വയർ. R സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോറിലേഷന്റെ സ്ക്വയറിനെ എന്ത് പറയാം? R സ്ക്വയർ എന്ന് പറയാം. R square measures the proportion of variation dependent variable that explained by the independent variable in the model. ഒരു കേസിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡിപെൻഡന്റ് വേരിയബിളിലെ മാറ്റം എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാവുമ്പോൾ എത്ര ശതമാനം മാറ്റാണ് ഉണ്ടാകുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. R സ്ക്വയറിന്റെ വാല്യൂ 0.81 എന്നാണെങ്കിൽ 0.81 എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ മാറ്റത്തിനനുസരിച്ച് 81% മാറ്റം എന്തിലുണ്ടാവും? ഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകും എന്ന് പറയുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. എ ഹയർ R സ്ക്വയർ ഇൻഡിക്കേറ്റ് ബെറ്റർ ഫിറ്റ് ഓഫ് ദ മോഡൽ ഓഫ് ടു ഡാറ്റ. ഹയർ R സ്ക്വയർ ആണെങ്കിൽ അത് ഡാറ്റ ബെറ്റർ ഫിറ്റ് ഓഫ് ദ മോഡൽ ഓഫ് ടു ഡാറ്റ. നോർമാലിറ്റി അസംഷൻ. നോർമാലിറ്റി അസംഷനിൽ the normality assumption means the error term in regression model are normally distribution. error term എന്തായിരിക്കും? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്ന് പറയുന്നതിന് എന്ത് പറയാ? നോർമാലിറ്റി അസംഷൻ എന്ന് പറയാ. ദിസ് അസംഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ കണ്ടക്ടിങ് വാലിഡ് ഹൈപ്പോതെസിസ് ടെസ്റ്റ്. ഒരു ടെസ്റ്റ്, ഒരു റിഗ്രഷനിലെ ഒരു ഹൈപ്പോതെസിസ് ടെസ്റ്റ് നടത്തി വാലിഡ് ആയിട്ടുള്ള ഹൈപ്പോതെസിസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി സ്മോൾ സാമ്പിൾ കേസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Hypothesis testing. Hypothesis testing is a tentative statement about a phenomena. ഒരു പ്രതിഭാസത്തെ കുറിച്ചുള്ള ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്താണ്. എന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിച്ചാൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും. ഒരു കാര്യത്തെ കുറിച്ച് റിസർച്ച്, സിഗരറ്റ് വലിയും ഹെൽത്ത് ഇഷ്യൂമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അതിന് ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ്മെന്റ് ഓർ അസംഷൻ അബൌട്ട് പോപ്പുലേഷൻ പാരാമീറ്റർ ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഇത് നൾ ഹൈപ്പോത്തിസിസ് ഉണ്ട്, അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ട്. നൾ ഹൈപ്പോത്തിസിസ് ദർ ഇസ് നോ എഫക്ട്, നോ റിലേഷൻഷിപ്പ്. ഈ രീതിയിലാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ എഫക്ട് ഓർ റിലേഷൻഷിപ്പ്. ഇത് രണ്ട് വേരിയബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ രീതിയിലായിരിക്കും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ് ചെയ്യുക. നൾ ഹൈപ്പോത്തിസിസ് ദർ ഇസ് നോ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലാണ് പറയുക. T-test. T-test is a statistical test used to determine whether there is a significant difference between mean of two groups or whether regression coefficient is significantly different from 0. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗ്രൂപ്പിന്റെ ഡാറ്റയിൽ എന്തുണ്ട്? അതിന്റെ മീൻ ഡിഫറൻസ് ഉണ്ട്. രണ്ട് ഗ്രൂപ്പിന്റെ മീനിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അത് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? T-test എന്ന് പറയാം. നമ്മൾ ഒരു കേസ് എടുക്കാം. ഒരു കേസ് എടുക്കുമ്പോൾ ഒരു അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പ് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കോച്ചിങ് കൊടുക്കുന്നതിന് മുമ്പുള്ളതും കോച്ചിങ് കൊടുക്കുന്നത് തമ്മിൽ ആ രണ്ട് ഗ്രൂപ്പിന്റെയും വാല്യൂവിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ നമ്മളെ വാല്യൂ എടുത്തിട്ട് T-test ആണ് നമ്മൾ ചെയ്യുക. ഇനി P-value. P-value is a probability value, is a statistical measure that helps determine significant result of in hypothesis testing. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിന് സിഗ്നിഫിക്കന്റ് റിസൾട്ട് ഡിറ്റർമിൻ ചെയ്യുന്നതിനാണ് P-value എടുക്കുന്നത്. റിഗ്രഷൻ അനാലിസിസ് ഇറ്റ് ഇൻഡിക്കേറ്റ് പ്രോബബിലിറ്റി ഓഫ് ഒബ്സർവിംഗ് എസ്റ്റിമേറ്റഡ് റിസൾട്ട് ഓർ മോർ എക്സ്ട്രീം. ഇഫ് ദ null hypothesis true, a small P-value suggests that strong evidence against the null hypothesis, meaning that
variable is statistically significant. High p-value means the evidence is weak. We fail to reject the null hypothesis. അപ്പോൾ നമ്മൾ പി വാല്യൂ എപ്പോഴും 0.05 ആണ് നമ്മൾ പൊതുവെ കേസിൽ എടുക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റഡി നടത്തുമ്പോൾ ആ വാല്യൂ 5% ഒരു ഇറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതിനാണ് പി വാല്യൂ നമ്മൾ എടുക്കാറുള്ളത്. ഗോസ് മാർക്കോ തിയറം പി വാല്യൂല് അടിയിലാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഗോസ് മാർക്കോ തിയറം the Gauss-Markov theorem state that under the classical linear regression assumption, നമ്മൾ 10 assumption classical linear regression ആ 10 assumption Euler's estimator the best linear unbiased, അത് best linear unbiased estimator, meaning that have minimum variance among all linear unbiased estimate, blue എന്ന് നമ്മൾ പറയും. അതാണ് അതിന്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറയും ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ബ്ലൂ എന്ന് പറയും. സ്റ്റോക്കാസ്റ്റിക് ഇറർ ടേം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, യു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇറർ ടേം and the regression model represent unexplained part of the dependent variable unexplained part that cannot be accounted by the independent. നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ റിഗ്രഷൻ ഫംഗ്ഷനിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ എടുക്കാതെ നമ്മൾ ഒഴിവാക്കിയിടുന്ന വേരിയബിൾ. അപ്പൊ നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുകയാണെങ്കിൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളും ആ ഡിമാൻഡിനെ എക്സ്പ്ലെയിൻ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ആ സാധനത്തിൽ എന്ന് പറയാം ഇറർ ടേം എന്ന് പറയാം. ഇറ്റ് ക്യാപ്ചേഴ്സ് എഫക്ട് ഓഫ് all other factors that influence dependent but are not included in the model. നമ്മൾ മോഡലിൽ ഇൻക്ലൂഡ് ചെയ്യാത്തുള്ള വേരിയബിളിനെ നമ്മൾ എന്ത് പറയാ ഇറർ ടേം എന്ന് പറയാ. ബൈനറി വേരിയബിൾ പറഞ്ഞാൽ only two values, usually 0 and 1, representing the absence or presence of certain character. It is often regression as a demi variable, qualitative variable എടുക്കുക. അപ്പം മെയിൽ ഫീമെയിൽ അങ്ങനെ എടുക്കുമ്പോഴാണ് 0 1 നമ്മൾ കൊടുക്കാറ്. regression നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. It is a statistical technique used to examine the relation between a dependent variable and one or more independent variable. ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഡിപെൻഡന്റ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സാമിൻ ചെയ്യുന്ന റിഗ്രഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് അറിയുന്ന വാല്യൂയിൽ നിന്നും അറിയാത്ത വാല്യൂ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. The normal distribution is bell-shaped symmetric probability distribution where the most value cluster around the mean. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വാല്യൂസ് എന്തായിരിക്കും? മീനി ഈക്വൽ ടു മീഡിയൻസ് ഈക്വൽ ടു മോഡ് ആയിരിക്കും എന്ന് പറയാം. ബെൽ ഷേപ്ഡ് ആയിരിക്കും അതിന്റെ കർവ്. തന്നിരിക്കുന്ന വാല്യൂ ബെൽ ഷേപ്ഡിലായിരിക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഉണ്ടായിരിക്കുക. അതിന്റെ വാല്യൂസ് അറൌണ്ട് ദ മീനോട് അറൌണ്ട് ചെയ്തിട്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദ വാല്യൂസ് ഉണ്ടായിരിക്കുക. അതിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയാറുള്ളത്. ഇതോടുകൂടി സെക്കൻഡ് മൊഡ്യൂളും അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.